ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എണ്ണയ്ക്കൊക്കെ ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പം ഞാൻ ഓർത്ത് വളരെ സിമ്പിളായിട്ട് ഇന്ന് കോഴിക്കറി വയ്ക്കാമെന്ന്. അപ്പം അതിന് നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 3 സവാള അരച്ച് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത പേസ്റ്റാണിത്. അതിനകത്തോടെ ആഡ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഞാൻ കോഴി തിരുമ്മി വെച്ചിരിക്കുകയാണ്. അത് ഒരു അരമണിക്കൂറായി. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മസാലപ്പൊടി. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മസാലപ്പൊടി ചേർത്താൽ മതി. മസാല ഇവിടെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, കാരണം ഇത് പൊടിച്ച മസാലയാണ്. ലേശം കൂടി തരിപൊടി ഉപ്പ്, കുറച്ച് ഉപ്പേ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, ലേശം കൂടെ ചേർത്ത് കൊടുത്ത്. കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് തിരുമ്മി നല്ല അടിപൊളിയായിട്ട് തിരുമ്മിയെടുക്കുക. തിരുമ്മുമ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ. സവാളയൊക്കെ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടേ തിരുമുമ്പോൾ ആ ഒരു സവാളയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു മണമുണ്ടല്ലോ, നന്നായിട്ട് ഇങ്ങനെ മൂക്കിലടിക്ക് അടിച്ച് കയറുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, പത്ത് മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഓരോന്നായിട്ട്, ഞാനിപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് പാത്രം പഴുത്തായിരിക്കണം. എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, ആ ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇങ്ങനെ തന്നെ അരച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ അത് എണ്ണയിലെപ്പോഴും വഴറ്റിയിട്ടാണ് ചെയ്യണത്.
കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വാഴയില വെച്ച് സെറ്റാക്കാം. തയ്യാറായാൽ നോക്കാം. നല്ല പറ്റി നല്ല പാകത്തിനായിട്ട് ഇരിപ്പുണ്ട്. ഇലയിലൊന്നും ഏതായാലും പറ്റിയിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണയൊന്നും ഒരുപാട് ഒഴിക്കാത്തത് കൊണ്ടാണ്. ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടുള്ളൂ. കരുവത്തിന് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു പരീക്ഷണം എന്ന് പറഞ്ഞ പോലെ വെച്ച് നോക്കിയതാണ്. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത കാര്യമാണ്. അപ്പോൾ വഴറ്റാതെ നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. നല്ല രുചിയായിട്ട് തന്നെ. ഇവിടെ ഇച്ചിരി എരിവൊക്കെ വേണം. നല്ല കുഴമ്പ് ഓരോരുത്തര്. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.